ഹലോ. നമ്മളിവിടെ വീട്ടിൽ അങ്ങനെ മുളക് പൊടി കടയിൽ നിന്ന് വാങ്ങാറില്ലേ? മാസത്തിലൊന്ന് നമുക്ക് 1/2 കിലോ വീതം മുളക് സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു മാസം സാധാരണ മുളക് മേടിക്കും, അടുത്ത മാസം പിരിയമുളക് മേടിക്കും. ഇത് രണ്ടും മിക്സ് ചെയ്ത് പൊടിപ്പിക്കുക ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇവിടെ പൊടിപ്പിക്കാൻ വന്നതാണ് ഇന്ന്. ആ കടയിലെ ചേട്ടനാണ് ആയിരിക്കുന്നത്. ആ ചേട്ടൻ ഹൗസ് ജോലിക്കാരനായിരുന്നു. ഒരു ട്രെയിൻ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ 2 കാലിലൂടെയും കയറി ഇറങ്ങി. എന്നിട്ട് അതിന് സ്വാധീനം കുറവാണ്. അപ്പോൾ പിന്നെ ജോലിയും ഒക്കെ അനിശ്ചിതാവസ്ഥയിൽ ആക്സിഡന്റ് പറ്റിയ ആളെ തിരിച്ചെടുത്തില്ല, ശമ്പളവും ഇല്ല. അപ്പോൾ ഇവിടെ സ്വന്തം കടയിൽ റെന്റ് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സംരംഭം തുടങ്ങി സന്തോഷവാനായി ജീവിക്കുന്നു. കേസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പ്രൊസീജിയർ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാതൃകയാക്കാവുന്ന ഒരാളാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ പരിചയപ്പെടുന്നത്. പിന്നെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വന്തം മെസ്സിക്ക് നാളെ സ്കൂളിൽ ഫുട്ബോൾ മാച്ചാണ്. അപ്പോൾ അതിനൊരു ബൂട്ട് വാങ്ങണം. അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങിയതാണ്. പല കടയിൽ കയറിയിട്ടും ബൂട്ട് ലഭ്യമല്ലായിരുന്നു. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷൂ നോക്കി വാങ്ങിച്ച് തിരിച്ചു പോരേണ്ടതായിട്ട് വന്നു. നേരം ഒരുപാട് താമസിച്ചതുകൊണ്ട് ഒരുപാട് ദൂരേക്ക് തപ്പി പോകാനൊന്നും പറ്റിയില്ല. കിട്ടിയത് കൊണ്ട് നമുക്ക് വീട്ടിൽ പോരേണ്ടതായിട്ട് വന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഒരു ദിവസമായിരുന്നു. സന്തോഷം എന്ന് പറഞ്ഞാൽ അത്യധികം സന്തോഷം. നമ്മുടെ തല താഴ്ന്ന് എപ്പോഴോ പോയ ഒരിടത്ത് നമ്മുടെ തല ഉയർത്തി അതേ കാരണത്തിന് നമ്മുടെ തല ഉയർത്തി ദൈവം കൊണ്ടുവന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ കൃത്യം ഒരു വർഷം മുമ്പ് ഒരു നമ്മുടേതല്ലാത്ത ഒരു കാര്യം നമ്മളൊരു ന്യായത്തിന് വേണ്ടി പറയുകയും എന്നാൽ നമ്മളറിയാത്ത ചില ആരോപണങ്ങൾ നമ്മുടെ നേരെ വരികയും ചെയ്തു. പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ ഇന്ന് വലിയവനായ ദൈവം നമ്മളെ അതിൻ്റെ ഒരു പരിശീലനം നൽകാനായിട്ട് തന്നെ നമ്മളെ തിരഞ്ഞെടുത്ത ഒരു ദിവസമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതെനിക്ക് വളരെ സുവർണ്ണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഒരു ദിവസം തന്നെയാണ്. അതിശയോക്തി കലർത്തി തന്നെ ഞാൻ പറയുകയാണ്. എനിക്ക് ഒരുപാട് അഭിമാനവും ഒരുപാട് സന്തോഷവും ഉള്ള ഒരു ദിവസമാണിത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരുക്കി തന്നതിന് എൻ്റെ എല്ലാ ദൈവങ്ങളോടും ഞാൻ അകമഴിഞ്ഞ് നന്ദി പറയുകയാണ്. അപ്പോൾ അതങ്ങനെയാണ് പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നമ്മളറിയാത്ത തെറ്റിന് എവിടെ നമ്മുടെ തല താഴ്ത്തപ്പെടുന്നുവോ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു എന്തുവാ പറയുന്നത് ഒരു പ്രതിവിധി ദൈവം നമുക്ക് മുമ്പിൽ കൊണ്ടുതരും. ഇതോടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. ബാക്കി നാളെ.